ഒന്നാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഉത്തരം പ്ലാനിംഗ് കമ്മീഷൻ. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്? ഉത്തരം ബീഗം ഹസ്രത്ത് മഹൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം? ഉത്തരം പ്ലേഗ് ബോണസ്. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചാരണം അവസാനിപ്പിക്കണം? ഉത്തരം 48 മണിക്കൂർ. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം? ഉത്തരം വിദ്യാപോഷിണി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? ഉത്തരം 140. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ? ഉത്തരം CP ഗോവിന്ദപിള്ള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം? ഉത്തരം ചാനാർ ലഹള. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഉത്തരം തലക്കൽ ചന്തു. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര? ഉത്തരം 250 രൂപ. അടുത്ത ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? ഉത്തരം സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി? ഉത്തരം ലാലാ ലജ്പത് റായ്. താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഉത്തരം രാഷ്ട്രപതി. അടുത്ത ചോദ്യം, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം? ഉത്തരം ലാഹോർ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 86. അടുത്ത ചോദ്യം, താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ഉത്തരം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഉത്തരം മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്? ഉത്തരം ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് NABARD. അടുത്ത ചോദ്യം, ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഉത്തരം GAAT. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്? ഉത്തരം ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഉത്തരം അമേരിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഉത്തരം ഡെറാഡൂൺ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ? ഉത്തരം പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം? ഉത്തരം കുറിഞ്ഞിമല. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം? ഉത്തരം മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? ഉത്തരം മുംബൈ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്? ഉത്തരം കല്ലടയാർ. മലനാടില്ലാത്ത ജില്ല? ഉത്തരം ആലപ്പുഴ. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം? ഉത്തരം 2235 ചതുരശ്ര കിലോമീറ്റർ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? ഉത്തരം NH 544. അടുത്ത ചോദ്യം, ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴ? ഉത്തരം കാൽ ബൈശാഖി. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം? ഉത്തരം പൂക്കോട് തടാകം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം? ഉത്തരം ജസ്പ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി?
ഉത്തരം വി അബ്ദുറഹ്മാൻ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്? ഉത്തരം ഗോദാവരി. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഉത്തരം 12%. ചണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം ഇന്ത്യ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി? ഉത്തരം സ്വരാജ് ട്രോഫി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 എം.എൻ. റോയി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? ഉത്തരം 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-1990 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. അടുത്ത ചോദ്യം, ലിക്വിഡ് പാർട്ടി ഏതു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഉത്തരം ഇസ്രായേൽ. പ്രഭു സഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഉത്തരം ഇംഗ്ലണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? ഉത്തരം ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ആരുടെ നോവലാണ് വള്ളി? ഉത്തരം ഷീല ടോമി. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഉത്തരം കാട്ടിൽ മേക്കതിൽ. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകളുടെ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? ഉത്തരം കർണാടക. അടുത്ത ചോദ്യം, ശരിയായത് കണ്ടെത്തുക. ഉത്തരം ജിമ്മി ജോർജ് വോളിബോൾ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. അടുത്ത ചോദ്യം, കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലമേത്? ഉത്തരം മാങ്ങ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം? ഉത്തരം മാംസബുക്ക്. ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം ഡി. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ഉത്തരം ശർവണകം. അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്? ഉത്തരം ഇരവികുളം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത്? ഉത്തരം ടോക്കോഫെറോൾ. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ഉത്തരം മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. അടുത്ത ചോദ്യം, ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഉത്തരം വെളുപ്പ്. നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ്? ഉത്തരം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഉത്തരം 5. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതാണ്? ഉത്തരം വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. അടുത്ത ചോദ്യം, 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി? ഉത്തരം വാലി ഫങ്. അടുത്ത ചോദ്യം, ഗാനിമീഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഉത്തരം വ്യാഴം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുക്? ഉത്തരം പെൺ ഏഡീസ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഉത്തരം AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ്. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ഉത്തരം വൈറ്റമിൻ കെ. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഉത്തരം എയ്ഡ്സ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏത്? ഉത്തരം കോളറ. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ഉത്തരം കോർണിയ. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? ഉത്തരം മുകളിൽ കൊടുത്തതെല്ലാം.
അടുത്ത ചോദ്യം, അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഉത്തരം അർബുദം. അടുത്ത ചോദ്യം, വിളർച്ച അഥവാ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു? ഉത്തരം ഇരുമ്പ്. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? ഉത്തരം 2008. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായതേത്? ഉത്തരം വൈറ്റമിൻ എയുടെ കുറവ്. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത്? ഉത്തരം മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം കേരളം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം അഥവാ BMI എത്ര? ഉത്തരം 18.5 to 24.9 kg/m².